കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ എന്താ ഇവിടെ? അവൾക്ക് വേഗം തൊഴണോന്ന്. അത് നല്ല കാര്യല്ലേ? വാ നമുക്ക് തൊഴുതിട്ട് പോകാം. ശരി ആന്റി. വാ. അയ്യോ എടുക്കണ വേണ്ട. വാ. ഓ ആന്റി, എന്താ മോളെ? നമുക്ക് പോവാം ആന്റി. തൊഴുതില്ല ആന്റി, ഇനി നമുക്ക് പോവാം. അയ്യോ പ്രസാദം വാങ്ങണ്ടേ? പ്രസാദമൊക്കെ പിന്നീട് വാങ്ങാം ആന്റി. പ്രസാദം പിന്നെ മേടിക്കാന്നോ? എന്താന്നറിയില്ല, ഭയങ്കര തലവേദന. ഇവളുടെ ശരീരത്തില് ശരിക്കും എന്തോ പിശാചുണ്ടെന്നാ തോന്നണ. ശരീരത്തിലോ? അവള് തന്നെ പിശാചും. ശരി, പോ വാ. വാ പോ. അതിലേ അല്ല ആന്റി, ഇതിലേ പോവാം. വാ വാ, ഇതുവഴി പോവാം. ആന്റി വേഗം വാ, പോവാം. ഒന്ന് നിക്കും മോളെ അവിടെ. അമ്മ കുറച്ചേരം ഇരുന്നിട്ട് പോവാല്ലേ? മോളെ, ഇവൾക്കിത് എന്തു പറ്റി? അവൾക്ക് വട്ടാന്നാ തോന്നുന്നു. വാ നമുക്ക് പോവാം. വാ. ഇങ്ങോട്ട് വന്നിട്ട് സുസ്മിത എവിടെ? അവള് കാറിനടുത്തെത്തിണ്ടോ, തിരക്കാണല്ലോ. നീ വാ. പിടീന. അതെ,
ഇതിനകത്ത് ഇരിപ്പുണ്ട് അവള്. എന്നാ കേറ്, വാ പോ. വാ. എന്താ സുസ്മിത, എന്തു പറ്റി? അത് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ആന്റി. ഓ, ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ല. ശരി, പോവാടാ. ആ, വാ. രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് വരുമെന്നാണല്ലോ സിദ്ധം പറഞ്ഞത്. എന്നിട്ട് എങ്ങോട്ട് പോയി? എവിടെ? ആ നാരെടുക്ക, ചുറ്റിക്കിട്ട. ഇതെന്തിനാ വാഴയില വെച്ച് കിട്ടുന്നേ? വിളമ്പുമ്പോ മാത്രമല്ല, ഭക്ഷണം സൂക്ഷിക്കുമ്പോഴും വാഴയില നല്ലതാ. ആ, ഭക്ഷണത്തിന്റെ മണവും രുചിയും ഒക്കെ കൂടും. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? അതുമാത്രമല്ല വിജയലക്ഷ്മി, വാഴയിലയിൽ ഭക്ഷണം കഴിച്ചാല് അസുഖങ്ങൾ ഒരുപാട് മാറി നിൽക്കൂന്നാ ശാലിനി പറയുന്നത്. അവളെ കളക്ടർ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോ എവിടെന്നോ വായിച്ചതാണത്രേ. ശരിയാന്നാ എനിക്കും തോന്നുന്നത്. നമ്മളെ പാത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും കഴുകി ഉപയോഗിക്കുമ്പോ സോപ്പ് പോലുള്ള രാസവസ്തുക്കൾ പറ്റിപ്പിടിച്ചിരിക്കും കുറച്ചെങ്കിലും. അതും ശരീരത്തിന് ദോഷമാ. അത്രയൊക്കെ നോക്കണോ ശാരദാമ്മേ? ഇത് നമ്മൾ കാശ് വാങ്ങിച്ചിട്ട് വല്ലവർക്കും കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ലേ? ആർക്ക് കഴിക്കാനാണെങ്കിലും അന്നം ഉണ്ടാക്കുമ്പോഴേ അതെല്ലാം നോക്കണം വിജയലക്ഷ്മി. ഓ, കഴിക്കുന്ന ആളുടെ വയറ് മാത്രമല്ല, മനസ്സും നിറയണം. അതിനുള്ള പ്രാർത്ഥന ഉണ്ടാവണം അന്നം ഉണ്ടാക്കുമ്പോ നമ്മുടെ ഉള്ളില്. അല്ലാതെ ലാഭം മാത്രം ഉദ്ദേശിച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാ കഴിക്കുന്നവര് പെടഞ്ഞു വീണ് മരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഗുണവും രുചിയും ഒക്കെ ഉണ്ടെങ്കിലേ ആൾക്കാര് നമ്മളെ തേടി വരൂ. തുടക്കത്തില് ലാഭം മാത്രമൊന്നും നോക്കണ്ട. പറഞ്ഞു കേട്ട ആൾക്കാർ വന്നെങ്കിലല്ലേ ഇനി വലിയ വലിയ ഓർഡറുകളൊക്കെ കിട്ടൂ. ആ ഓർഡർ കിട്ടണം, എന്നാലല്ലേ മെനക്കെട്ടതിന് മുതലാവൂ. മോളെ, എല്ലാം നോക്കിയും കണ്ടും ചെയ്തോണം. പറഞ്ഞു തന്ന എല്ലാം ഓർമ്മയുണ്ടാവണം കേട്ടോ. ആ, അപ്പൊ നമുക്ക് കൊണ്ടുപോവാം. വാ, എടുക്ക. ഇതിപ്പോ ചെറിയൊരു തുടക്കമായിട്ടുള്ളൂ. നൂലുകെട്ട് പോലുള്ള ചെറിയ ചടങ്ങൊന്നും ഇനി എടുക്കണ്ടെന്നാ ഞങ്ങളുടെ MD-യുടെ തീരുമാനം. MD-യോ? അതാരാ? ഈ ഞാൻ തന്നെ, കൃഷ്ണാസ് മെസ്സിന്റെ MD കൃഷ്ണൻകുട്ടി. ഓ, ഞങ്ങളെ പാരമ്പര്യമായിട്ട് പാചകക്കാരാ. പഴവീട് കൃഷ്ണൻ പോറ്റിയെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ കേട്ടു. ആ, വിവരമുള്ളവർക്കൊക്കെ അറിയാന്നേ. പഴയ തലമുറയില് വലിയ പാചകക്കാരനാ. കൃഷ്ണൻ പോറ്റിയുടെ പാചകം എന്ന് പറഞ്ഞാ തൃശൂർ പൂരത്തെക്കാൾ ആളാ. തിരുവിതാംകൂർ മഹാരാജാവ് പട്ടും വളയും കൊടുത്താ ആദരിച്ചത്. കല്യാണമോ ഉത്സവമോ ചടങ്ങ് ഏതായാലും ശരി, പോറ്റിയുടെ സദ്യ നിർബന്ധം. സ്കൂൾ കലോത്സവത്തിന്റെ കാര്യം പിന്നെ പറയാനുമില്ല. അല്ല, ഈ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്തൊക്കെ സ്കൂൾ കലോത്സവം ഉണ്ടോ? അത് രാജാവ് പട്ടം വളയും കൊടുത്തത് അന്ന്. പിന്നെ പിന്നെ പോറ്റി കലോത്സവത്തിന് പുട്ടും മുട്ടയും വിളമ്പിക്കണം. എന്റെ പൊന്നു മാഷെ, നിങ്ങൾ ആളെ വിട്, പോയിട്ട് ധൃതിയുള്ളതാ. അല്ല, ഇതുകൂടെ കേട്ടെ, ഈ മഹാരാജാവ് ഉണ്ടല്ലോ. ഓ, ഒലക്ക രസികൻ കൊണ്ട്. ഞാനേ ഭാരമുള്ളത് എടുക്കാത്തോണ്ടൊന്നും തോന്നല്ലേ, ഹൃദയത്തിന് അസുഖമുള്ളതുകൊണ്ടാ. ആ, ഒന്ന് വേഗം ആവട്ടെ, ഞാനിവിടെ ജയന്തി ജനതയ്ക്ക് തലവച്ചതുപോലെ നിൽക്കുക.
പിടിച്ചോ. ആ, ദേ, ഇങ്ങ് വന്നേ. ദാ. ആ. ആ, എത്രയായി? ഒരു 3000 മതി വിജയലക്ഷ്മി. 4000 ചോദിക്കും. ആ, 5000. ഇതൊരുമാതിരി അറവാണല്ലോ മാഷേ. താൻ ജയന്തി ജനതയ്ക്ക് തലവെച്ചു എന്നല്ലേ പറഞ്ഞത്? ട്രെയിനൊക്കെ ഓടാനേ ഇപ്പൊ നല്ല ചെലവാ. കറണ്ട് ചാർജ് കൂടിയത് അറിഞ്ഞില്ലേ? നിങ്ങളുടെ കൃഷ്ണാസ് മെസ് കണ്ടിട്ടൊന്നുമല്ല, കുടുംബശ്രീക്കാര് പാചകം ചെയ്യുന്നു എന്ന് പറഞ്ഞാ ഇവിടെ ഓർഡർ തന്നത്. തുടക്കത്തിലെ ഇങ്ങനെ ആർത്തി കാട്ടല്ലേ മാഷേ. സാറിന് ഇഷ്ടമുള്ള തന്നാ മതി. വേണ്ട. ഭക്ഷണം ഉണ്ടാക്കുന്നവര് ചോദിക്കുന്ന കാശ് കൊടുക്കണം. നിങ്ങൾ പറയുന്നതാ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വില. അല്ലെങ്കിലേ അതില് കണ്ണീര് വീഴും. അത് കഴിച്ച ദഹിക്കില്ല. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, 6, 7, 8. 5000 തികച്ചുണ്ടല്ലോ അല്ലേ? ആ. ഉണ്ട്. ആ, വണ്ടി എടുക്ക്. ദാ, നീ ചോദിച്ച 4000. ദാ ശാരദാമ്മ ചോദിച്ച 3000. അമ്പടി കേമി. പണിയെടുക്കാതെ പണം ഉണ്ടാക്കാൻ കൃഷ്ണൻകുട്ടി ചേട്ടനെ മാത്രമേ അറിയുള്ളൂ കരുതിയോ? ഈ പണം മോള് വെച്ചോ. മോളൊരു സംരംഭം തുടങ്ങിയിട്ട് ആദ്യം കിട്ടിയ പ്രതിഫലമല്ലേ ഇത് മോൾക്ക് അവകാശപ്പെട്ടത്. ദാ. വേണ്ടമ്മേ, ഇത് അമ്മ എടുക്കണം. എന്റെ ഒരു ദക്ഷിണായിട്ട് കൂട്ടിയാ മതി. അത് പറ്റില്ല മോളെ. അധ്വാനിക്കുന്നതിനുള്ളതാ പ്രതിഫലം. ഇത് മോള് തന്നെ വെക്കണം. അമ്മ ഇത് വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടാവും. പാചകത്തിലും ജീവിതത്തിലും ഒക്കെ എന്റെ ഗുരു അമ്മയല്ലേ. നിനക്കിനി സങ്കടമായിന്ന് വേണ്ട. പണം ഞാൻ എടുത്തിട്ടുണ്ട്. മോളിത് വെക്ക്. ദാ. അമ്മ, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ കൃഷ്ണൻകുട്ടിയേട്ടാ. ഹോട്ടൽ നോക്കാൻ ശ്യാമ മാത്രമേ ഉള്ളൂ അവിടെ. ഇറങ്ങട്ടെ വിജയലക്ഷ്മി. മോളി വന്നേ. അതെന്തിനാ? മോളെ, ഈ വീട്ടിൽ എന്ന് വന്നാലും നെഞ്ചിലെങ്കിലും ഒരു തുള്ളി കണ്ണീര് പൊടിയാതെ ഈ അമ്മ പടിയിറങ്ങിയിട്ടില്ല. അവഗണനയും പരിഹാസങ്ങളും മാത്രമാ നിനക്കിവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ സ്ഥിതി മാറി. നമുക്ക് പ്രയോജനമുള്ളവരെ സ്നേഹിക്കൂ എന്നുള്ളത് മനുഷ്യ സ്വഭാവമാണ്. കൃഷ്ണൻകുട്ടിയേട്ടനെയും വിജയലക്ഷ്മിയും ഞാൻ കുറ്റം പറയില്ല. എന്തോ പറയുന്നേ? ആർക്കറിയാം. പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും അവർക്ക് നിന്നോടിപ്പോ ഒരു സ്നേഹമുണ്ട്. അതണയാതെ സൂക്ഷിക്കണേ നീ. ഒരു കാര്യം മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെ നിന്ന് എന്തൊക്കെ പ്രലോഭനങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടായാലും ഭക്ഷണത്തിൽ മായം ചേർക്കരുത്. അന്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്നാവരുത് അർത്ഥം. നമുക്കുള്ള അന്നത്തിനുള്ളത് കിട്ടണം. ബാക്കിയൊക്കെ
ദൈവം തരുന്നത് പോലെ. ചെറുപ്പം മുതലേ അമ്മ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ, എല്ലാം ഓർമ്മയുണ്ട്. എന്റെ മോള് നന്നായി വരും. അതിനൊരു വഴി തെളിഞ്ഞല്ലോ. അമ്മയുടെ പ്രാർത്ഥനയുണ്ടാവും എന്നും കൂട്ടിന്. പോട്ടടാ. പോ. അവിടെ നിന്നേ. ആ കാശിങ്ങിതാ ഇങ്ങോട്ട് തരാൻ. 3000 രൂപ സമ്പാദിച്ചെന്ന് കരുതിയേ വലിയ ദേഹണായെന്നൊന്നും കരുതണ്ട. നീ ഇവിടുന്ന് ഇതുവരെ തിന്നു മുടിച്ചെന്റെ കണക്ക് വെച്ച് നോക്കിയാ ഇത് മൂക്കെ പറയാനായിട്ടില്ല. അവളൊരു ദേഹണ്ണക്കാരി. രോഹിത് ഈ നാട്ടിൽ നിന്നാ ഞാൻ പെടും. ശാലിനി മൂടോടെ എല്ലാം പൊക്കിയെടുക്കും. പിന്നെ വിഷ്ണുവേട്ടൻ ഒരിക്കലും എനിക്ക് കിട്ടില്ല. എന്താ ഒരു വഴി? ആ, അത് തന്നെ. നീ ഷാപ്പ് തുടങ്ങുന്ന കാര്യം എന്തായി? ഓ, അത് നടപടിയാവുന്ന ലക്ഷണമൊന്നുമില്ലടാ. ഇപ്പോൾ ഉള്ള കച്ചവടം കൂടെ പൂട്ടുമെന്നാ തോന്നുന്നു. ഓ, സുസ്മിതി. ഹലോ. ആ, ഹലോ. ബാലേന്ദ്രൻ എവിടെയാ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് സുസ്മിതേ. ഇയാളെ ഒരു ജോലി ഏൽപ്പിച്ചാ ചെയ്യാൻ പറ്റുമോ? അതെന്താണാവോ അങ്ങനൊരു ചോദ്യം? കാരണമുണ്ട്. ശാലിനി സിവിൽ സർവീസിന്റെ മെയിൻ എക്സാം എഴുതാൻ പാടില്ല എന്ന് ഞാൻ ഇയാളോട് പറഞ്ഞിരുന്നു. അവൾ അത് എഴുതുകയും കൂളായി പാസ്സാവുകയും ചെയ്തു. ഇയാൾക്കൊരു നിസ്സാര കാര്യം പോലും സാധിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു തെളിവായത്. പിന്നെ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നീ ഏൽപ്പിക്കുന്ന ജോലികൾ അപ്പപ്പ ചെയ്തേ നിന്നെ തൃപ്തിയാക്കാൻ ഞാൻ നിന്റെ വീട്ടു ജോലിക്കാരനൊന്നും അല്ല. മേലെ എന്റെ ഈ നമ്പറിലോട്ട് വിളിച്ചു പോരുത്. കട്ട് ചെയ്തു. എന്താടാ? ആ സുസ്മിത. കാവൽ നായ്ക്കും ശൗര്യോ? ഈ ഊള ഇനി എങ്ങനെയാ വീഴ്ത്തുക? കുറച്ച് കാശ് കൊടുക്കാന്ന് പറഞ്ഞാലോ? അതല്ല. ആ, ഇവനെ വീഴ്ത്താൻ വേറെ നമ്പറാ നല്ലത്. അവള് കാരണം നിനക്ക് കുറെ പണി കിട്ടിയതല്ലേ? ഇനിയും നിനക്ക് മതിയായില്ലേ? പിന്നെയും വിളിക്കും. നല്ലത് നാലെണ്ണം പറഞ്ഞു കൊടുക്കടാ. പറയാല്ലേ? ആ, എന്താടി നിന്നോടല്ലേ മേലായിക്കോട്ടെ വിളിക്കല്ലെന്ന് പറഞ്ഞത്? ബാലേട്ടാ, ബാലേട്ടാ, ബാലേട്ടൻ ഇങ്ങനെ പിണങ്ങാതെ. എന്താ വിളിച്ചേ? എന്താ ബാലേട്ടാ?
അല്ല എന്നെ ഇപ്പൊ എന്താ വിളിച്ചതെന്ന്? ബാലേട്ടാന്ന്. എന്റെ മനസ്സില് ബാലേട്ടനുള്ള സ്ഥാനം എന്താണെന്നറിയോ? ദേഷ്യപ്പെടാനും വഴക്കൂടാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകുന്നത്. വലിയ ദേഷ്യക്കാരനാണല്ലേ? എനിക്കിഷ്ടായി. എന്താ പറഞ്ഞേ? ഇഷ്ടായിന്ന്.